Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് കോളിഫ്ലവറിൻ്റെ കൂടെ ചെമ്മീൻ ചേർത്തുണ്ടാക്കുന്ന ഒരു കുറുമയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് വിളമ്പാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ചെമ്മീനും അതുപോലെ തന്നെ കോളിഫ്ലവറും ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ ആണ് വേണ്ടത്. ഞാൻ ഒരു 400 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതളുകളായിട്ട് അടർത്തി എടുത്തിട്ട് അതിൽ നിന്നും ചെറിയ ചെറിയ ഓരോ ഇതളുകളായിട്ടും അടർത്തി മാറ്റി വയ്ക്കണം. കത്തി ഉപയോഗിച്ചും മുറിക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകാതെ നോക്കണം. ഇതുപോലെ അടർത്തി എടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ 200 ഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം 1 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ചെറുതായി അടർത്തിയെടുത്ത കോളിഫ്ലവർ ചേർത്ത് ഒന്ന് നമുക്ക് ബ്ലാൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത കോളിഫ്ലവർ ആണ്. അത് ഒന്നുകൂടി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഒന്ന് വേവുകയും ചെയ്യും, അതിലുള്ള കീടങ്ങളുമൊക്കെ പോയി കിട്ടും. 2-3 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത 2 മീഡിയം സവാള ചേർക്കാം. കറിക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. കോളിഫ്ലവറിന് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. രണ്ട് പച്ചമുളക് വലുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആവും. വളരെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചതുരത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം. ഈ സമയത്തെല്ലാം മീഡിയം ഹീറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കഴിയുന്നത് വരെ ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ട വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് വെള്ളം, നല്ല ചൂടുവെള്ളം ചേർക്കുക. അത് ആദ്യം കുറച്ച് ചേർത്ത് മസാലയുമായി മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കി കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായി തിളക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. ഇപ്പോൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഇപ്പോൾ ഗ്രേവിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. കൂടുതൽ ഹീറ്റിൽ കുക്ക് ചെയ്താൽ ചെമ്മീനൊക്കെ കല്ലിച്ച് പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ
കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്, ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്ലാഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഒത്തിരി ഒന്ന് വേവിക്കരുത്, അത് കുറച്ച് ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം ഗ്രേവിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കോളിഫ്ലവർ വെന്തുടഞ്ഞ് പോകാതെ നോക്കണം. കൂടുതൽ വെന്തുടഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കോളിഫ്ലവറും പ്രോൺസും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തുടരെ ഇളക്കി ഈ ഗ്രേവിയൊക്കെ ഈ കഷ്ണങ്ങളിൽ പൊതിയുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഗ്രേവിയൊക്കെ നല്ല തിക്കാകുമ്പോഴേക്കും നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇത് വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് കുറച്ച് തണുക്കുമ്പോഴേക്കും ഈ ഗ്രേവി എല്ലാം ഈ കഷ്ണങ്ങളിൽ നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടും. ഇത് ഏകദേശം സോസൊക്കെ ഉണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇതിലേക്ക് നമ്മൾ സോസൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. വളരെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ചെമ്മീൻ കുറുമയാണ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വിളമ്പാൻ വളരെ നല്ലൊരു ഡിഷാണ്. പിന്നെ ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ കോളിഫ്ലവർ ചെമ്മീൻ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.